പഠിക്കുന്ന കുട്ടികളുള്ള വീടുകളിലെ മാതാപിതാക്കൾ ഏറ്റവും അധികം ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യമാണ് കുട്ടികളിലുണ്ടാവുന്ന ഓർമ്മക്കുറവ്. പഠിച്ച കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ അവർ മറന്നു പോകുന്നു. ഇത് പരിഹരിക്കാനായി ഒട്ടേറെ മാർഗങ്ങൾ നിലവിലുണ്ട്. ഒരിക്കലും മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഓർമ്മയും ബുദ്ധിയും കൂട്ടാനുള്ള ഫേക്ക് പ്രൊഡക്ട്സിലൊന്നും വീഴാതെ ഒതന്റിക് ആയിട്ടുള്ള മെത്തേഡുകൾ നമ്മൾ പരിശീലിക്കാൻ ശ്രമിക്കണം. ഇതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണമാണ്. അതായത് കുട്ടികൾ ഒരു ബാലൻസ്ഡ് ഡയറ്റാണ് ഫോളോ ചെയ്യുന്നതെന്ന് ഓരോ പാരൻസും ഉറപ്പുവരുത്തേണ്ടതാണ്. അതിൽ നിർബന്ധമായിട്ടും കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഇവ അടങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. കാർബോഹൈഡ്രേറ്റ്സ് എന്നത് കുട്ടികളുടെ എനർജിയുടെ ഒരു പ്രൈമറി സോഴ്സ് ആണ്. ഇതിൽ പ്രധാനമായിട്ടും ഹോൾ ഗ്രെയിൻസ് അഥവാ മുഴുവൻ ധാന്യങ്ങൾ, അതിൽ തന്നെ റൈസിലാണെങ്കിൽ മെയിനായിട്ടും ബ്രൗൺ റൈസ് ആണ് വരുന്നത്. അതുപോലെ ഗോതമ്പ്, കോണ്, മില്ലറ്റ്, ബാർലി തുടങ്ങിയവയും അതുപോലെ ഏതെങ്കിലും ഒരു വെജിറ്റബിളും നിർബന്ധമായിട്ടും കുട്ടികൾ ഡെയിലി ഫുഡിൽ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ഒരു 50 മുതൽ 60% വരെ കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമ്മുടെ ശരീരത്തിന് ആവശ്യം. ഇനി ഒരു 10 മുതൽ 15% വരെ പ്രോട്ടീനാണ് വേണ്ടത്. മസിൽസിന്റെ വളർച്ചയ്ക്കും പ്രതിരോധശേഷി കൂട്ടാനുമൊക്കെയായി മത്തി പോലെയുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയ മത്സ്യങ്ങളും അതുപോലെ മുട്ട, ബീൻസ് തുടങ്ങിയവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇനി ഒരു 20 മുതൽ 30% വരെ ഫാറ്റ് ആണ് വേണ്ടത്. അതിനായി അവക്കാഡോ, നട്ട്സിൽ തന്നെ ആൽമണ്ട്, കാഷ്യൂ, പിസ്റ്റാഷ്യോ, വാൽനട്ട് തുടങ്ങിയവ, അതുപോലെ തന്നെ സീഡ്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ് തുടങ്ങിയവയും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ബാക്കി ഭാഗം വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ള കളർഫുള്ളായ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യണം. ഉറപ്പായും കുട്ടിയുടെ ഒരു ദിവസത്തെ ഭക്ഷണത്തിൽ ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടോ എന്ന് പാരൻസ് കൃത്യമായി ശ്രദ്ധിക്കണം. ഇനി മെമ്മറി പവർ ബൂസ്റ്റ് ചെയ്യാനായിട്ട് കഴിക്കേണ്ട കുറച്ച് ഫുഡ് ഐറ്റംസ് ഒന്നുകൂടി എടുത്തു പറയുകയാണെങ്കിൽ അതിൽ ഒന്നാമതായി വരുന്നത് ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയ മത്തി പോലുള്ള മത്സ്യങ്ങളാണ്. പിന്നീട് ചീര പോലുള്ള ഇലവർഗ്ഗങ്ങൾ, അതിൽ ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ കൊണ്ട് റിച്ച് ആയിട്ടുള്ള ബ്ലൂബെറി, സ്ട്രോബെറി, ഗൂസ്ബെറി തുടങ്ങിയ ബെറീസും ഇതിൽ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി മെമ്മറിയെയും അതുപോലെ തന്നെ ലേണിംഗ് കപ്പാസിറ്റിനെയും ഒക്കെ സ്വാധീനിക്കുന്ന അസറ്റൈൽ കൊളീൻ ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫുഡാണ് മുട്ട. നിർബന്ധമായിട്ടും കുട്ടികളുടെ ഭക്ഷണത്തിൽ ഡെയിലി ഒരു മുട്ടയെങ്കിലും ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അതുപോലെ ഒമേഗ 3 ഫാറ്റ്സും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയ വാൾനട്ട് ദിവസവും കുട്ടികളുടെ ഫുഡിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇത് ബ്രെയിൻ സെൽസിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. ഇത്രയും കാര്യങ്ങളാണ് കുഞ്ഞുങ്ങളുടെ ഫുഡിൻ്റെ കാര്യത്തിൽ മാതാപിതാക്കളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വേറൊരു പങ്ക് വഹിക്കുന്നത് ശാസ്ത്രീയമായ പഠന രീതികളും ജീവിതശൈലികളുമാണ്. ഇത് വളരെയധികം മെമ്മറിയെ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ കോൺസെൻട്രേഷൻ കൂട്ടാനും ഒക്കെ സഹായിക്കും. അതിനൊന്നാമതായി കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പാഠഭാഗങ്ങൾ പഠിച്ചു കഴിയുന്നതോടെ നിർത്താതെ കൃത്യമായ ഇടവേളകളിൽ വീണ്ടും റിവിഷൻ നടത്തുന്നത് വളരെ പ്രധാനമാണ്. അതായത് ഫോർ എക്സാമ്പിൾ, ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഇന്നത്തോടെ നിർത്താതെ ഈ ആഴ്ചയുടെ അവസാന ദിവസം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം. ഓരോ വീക്കെൻഡ്സിലും ആ ആഴ്ചയിൽ നമ്മൾ എന്തൊക്കെയാണോ പഠിച്ചത് ആ പാഠങ്ങൾ കുട്ടികൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഒരു ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ വെറുതെ കാണാതെ പഠിക്കുന്നതിന് പകരം ഒരു തവണ വായിച്ച ശേഷം അതിൽ നിന്ന് ചോദ്യങ്ങൾ സ്വയം കണ്ടെത്തി നമ്മളോട് തന്നെ ചോദിച്ച് ഉത്തരം കണ്ടെത്തുന്ന രീതിയിൽ പഠിക്കാൻ ശ്രമിക്കണം. ഇങ്ങനെ പഠിക്കുന്ന പാഠഭാഗങ്ങൾ എന്നും മെമ്മറിയിൽ ഉണ്ടാകും. അതുപോലെ പഠിക്കുന്ന പാഠഭാഗങ്ങൾ വെറുതെ വായിച്ചു പോകാതെ നിങ്ങളത് മറ്റൊരാളെ പഠിപ്പിക്കുന്ന രീതിയിലൊക്കെ പഠിക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ആ ഭാഗങ്ങൾ നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ പതിയും. ഇനി വലിയ പാഠഭാഗങ്ങളാണ് പഠിക്കുന്നതെങ്കിൽ അവയെ ആദ്യം ചെറിയ ചെറിയ പോർഷൻസായി തിരിച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കണം. ഇത് വേഗത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ നമ്മളെ സഹായിക്കും. അതുപോലെ പഠിച്ച ഭാഗങ്ങൾ ചുരുക്കി മറ്റൊരാൾക്ക് വിശദീകരിച്ച് കൊടുക്കുന്നതും മെമ്മറിയെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇനി അതുപോലെ മറ്റൊരു കാര്യമാണ്, പഠിച്ചു കഴിഞ്ഞിട്ട് ബുക്കൊന്ന് അടച്ചു വെച്ച ശേഷം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് എന്നുള്ളത് ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കണം. ഓർമ്മിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളാണെങ്കിൽ ചെറിയ കോഡുകളൊക്കെ ഉണ്ടാക്കി അവ ഓർത്തെടുക്കാൻ ശ്രമിക്കാം. ശരിയായ പഠനത്തിലൊക്കെ മികവ് പുലർത്തണമെന്നുണ്ടെങ്കിൽ ഓർമ്മശക്തിയോടൊപ്പം കൃത്യമായ ഏകാഗ്രത അഥവാ കോൺസെൻട്രേഷനും കുട്ടികളിൽ അനിവാര്യമാണ്. അതിനായി പഠിക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും കുറച്ചു സമയം കണ്ണുകൾ അടച്ച് മെഡിറ്റേഷൻ ചെയ്യുന്നത് ശീലമാക്കിയാൽ കുട്ടികളുടെ മൈൻഡിൽ ഉണ്ടാകുന്ന മൾട്ടിപ്പിൾ തോട്ട്സ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ കഴിയും. പഠിക്കുമ്പോൾ അതിനൊപ്പം വേറെ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാതിരിക്കുക. ഉദാഹരണത്തിന് പഠിക്കുന്നതിനിടയിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗം ഏകാഗ്രത നഷ്ടപ്പെടുത്തും. കുട്ടികളിലെ സ്ക്രീൻ ടൈം വളരെയധികം കുറയ്ക്കുന്നത് അവരുടെ പഠന കാര്യത്തിലെ
മികവിന് അത്യന്താപേക്ഷിതമാണ്. അതുപോലെ ഒരു അരമണിക്കൂർ കൃത്യമായി പഠിക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നത് ബ്രെയിനിനെ തന്നെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. കുട്ടികൾ നിർബന്ധമായിട്ടും 7 മുതൽ 8 മണിക്കൂർ വരെ നന്നായി ഉറങ്ങുന്നത് അവർ പഠിച്ച പാഠഭാഗങ്ങൾ ലോങ് ടേം മെമ്മറിയിലേക്ക് മാറ്റാൻ സഹായിക്കും. ദിവസേന ചെറിയ രീതിയിലുള്ള എക്സർസൈസുകളൊക്കെ ചെയ്യിക്കുന്നത് അവരുടെ തലച്ചോറിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനെ ഇംപ്രൂവ് ചെയ്യിക്കാനും സെൽ ഡെവലപ്മെൻറ്റിനും ഒരുപോലെ സഹായിക്കുന്ന ഒന്നാണ്. ഇനി മെമ്മറി പവറും കോൺസെൻട്രേഷനും ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായി യൂസ് ചെയ്യുന്ന ഫോർമുലേഷൻസിനെ ആയുർവേദത്തിൽ മേധ്യരസായനാസ് അഥവാ മൈൻഡ് റിജുവനേറ്റേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവ സ്ട്രെസ്സ് കുറച്ച് നെർവ് ടിഷ്യൂസിനെ നറിഷ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മെമ്മറിയും കോൺസെൻട്രേഷനും ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബ്രെയിൻ ടോണിക് എന്നറിയപ്പെടുന്ന ബ്രഹ്മി. ഇത് ബുദ്ധിശക്തിയെ ഷാർപ്പൻ ചെയ്യാനും മെൻ്റൽ ഫാറ്റീഗ് കുറയ്ക്കാനും അതുപോലെ ലേണിംഗ് കപ്പാസിറ്റിയെ കൂട്ടാനും സഹായിക്കും. ഇത് പൗഡർ ഫോമിൽ അഥവാ ചൂർണ്ണ രൂപത്തിലും ക്യാപ്സ്യൂൾ രൂപത്തിലും അതുപോലെ മെഡിക്കേറ്റഡ് ഘീ അല്ലെങ്കിൽ ഘൃത രൂപത്തിലും മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഇനി നെർവ് സിസ്റ്റത്തിനെ കാമാക്കി ശ്രദ്ധ കൂട്ടാനും ആങ്സൈറ്റി കുറയ്ക്കാനും അതുപോലെ നല്ല ഉറക്കം ലഭിക്കാനുമൊക്കെ ശംഖുപുഷ്പി നല്ലൊരു ഓപ്ഷനാണ്. കോർട്ടിസോൾ അല്ലെങ്കിൽ സ്ട്രെസ്സ് കുറച്ച് മെൻ്റൽ ക്ലാരിറ്റിക്കും ബ്രെയിൻ ഫംഗ്ഷനും എൻഹാൻസ് ചെയ്യിക്കാനും അശ്വഗന്ധ വളരെ വലിയൊരു റോളാണ് വഹിക്കുന്നത്. കുട്ടികളിൽ സ്പീച്ചിൽ ക്ലാരിറ്റി വരുത്താനും നെർവ് സെൽസിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനുമൊക്കെ വജ യൂസ് ചെയ്യാറുണ്ട്. ഇനി ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി ഓർമ്മശക്തി ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ മണ്ടൂകപർണി വഹിക്കുന്ന പങ്കും വളരെ വലുതാണ്. മെമ്മറി പവർ ബൂസ്റ്റ് ചെയ്യാനും കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാനുമൊക്കെയായി യൂസ് ചെയ്യാൻ കഴിയുന്ന കുറച്ച് ക്ലാസിക്കൽ ഫോർമുലേഷൻസ് കൂടി പരിചയപ്പെടുത്താം. ഇതിൽ ആദ്യം ബ്രഹ്മീകൃതമാണ്. ഇത് ശുദ്ധമായ പശുവിൻ നെയ്യിൽ ബ്രഹ്മി പോലുള്ള മെഡിസിനൽ ഹെർബ്സ് യൂസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു നെയ്യാണ്. ബ്രെയിൻ ടിഷ്യൂവിലേക്കുള്ള ന്യൂട്രിയൻസിനെ എത്തിക്കുന്നതിന് വളരെ വലിയ പങ്കാണ് ബ്രഹ്മിക്കുള്ളത്. സാരസ്വതാരിഷ്ടമാണ് അടുത്തത്. സാരസ്വതാരിഷ്ടം കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു ഹെർബൽ ടോണിക്കാണ്. കോൺസെൻട്രേഷൻ അഥവാ ശ്രദ്ധ ഇംപ്രൂവ് ചെയ്യാനും ഓർമ്മശക്തിക്കും ഉറക്കത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും സാരസ്വതാരിഷ്ടം സഹായിക്കും. ഇനി സ്ട്രെസ് മൂലമുണ്ടാകുന്ന മെമ്മറി ഇഷ്യൂസ് ആണെങ്കിൽ മാനസമിത്ര വടകം ഒരു പവർഫുൾ മെഡിക്കേഷനാണ്. ഇത് കൂടാതെ ആയുർവേദത്തിൽ മെമ്മറിയും കോൺസെൻട്രേഷനും ഇംപ്രൂവ് ചെയ്യുന്നതിന് പുറമേ ചെയ്യുന്ന പ്രൊസീജിയേഴ്സും അവൈലബിൾ ആണ്. ഇതിൽ പെടുന്ന ഒന്നാണ് നസ്യം, അതായത് മൂക്കിലൂടെ മെഡിക്കേറ്റഡ് ഹെർബൽ ഓയിൽസ് ഒഴിച്ചിട്ട് ചെയ്യുന്ന ഒരു ക്ലാസിക്കൽ ആയുർവേദ പ്രൊസീജിയറാണിത്. ഇത് ബ്രെയിൻ സെൽസിനെയും അതുപോലെ സെൻസ് ഓർഗൻസിനെയും ഒക്കെ നറിഷ് ചെയ്യാനാണ് സഹായിക്കുന്നത്. ഇനി നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ കുട്ടികളും വ്യത്യസ്തരാണ്. അവരുടെ ഇൻ്റലിജൻസും മെമ്മറി പവറും എല്ലാം വ്യത്യാസമുള്ളതായിരിക്കും. സോ പാരൻസ് കുട്ടികളെ മറ്റുള്ള കുട്ടികളുമായിട്ട് ചേർന്ന് കമ്പയർ ചെയ്തിട്ട് അവരുടെ ഉള്ള കോൺഫിഡൻസിനെ കളയാതെ വേണ്ട വിധത്തിൽ സപ്പോർട്ട് കൊടുത്താൽ എല്ലാ മക്കളും നല്ല മിടുക്കരായി ഉയർന്നു വരും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.